ഹേ ഗായ്സ്, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ഞെട്ടിപ്പോയാ? ഇതെന്തുവാടാ പുറത്ത്? ഇതെന്തുവാ മൊത്തം കരി? അത് ഈ പഴം ഞാൻ എന്റെ ചെറുക്കിന് മൊത്തം കരി. ഞാൻ ഈ പഴം എടുത്തില്ലേ, ചിലപ്പോ ഇത് അവന്റെ ദേഹത്ത് ടച്ച് ചെയ്താണ്. എന്തുവാണേലും. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി ഇന്ന് സർവീസാണ് സുഹൃത്തുക്കളെ, ഫസ്റ്റ് സർവീസ്. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് 3-4 ദിവസം കൊണ്ട് തന്നെ 1000 കിലോമീറ്റർ ക്രോസ് ചെയ്തിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ് 1000 കിലോമീറ്റർ ആയി, എന്താ ചെയ്യാ? അപ്പോൾ നമ്മളെ വണ്ടി നമ്മൾ നിപ്പോൺ ടൊയോട്ടയിൽ തന്നെയാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടി 2-3 ദിവസമായിട്ട് അനക്കാതെ ഇവിടെ കിടക്കുകയാണ്. കാരണം കിലോമീറ്റർ തികഞ്ഞു, എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ അവധിയായിരുന്നു, ശനി ഞായർ, പിന്നെ വിഷു. അപ്പോൾ 3 ദിവസമായിട്ട് വണ്ടി എടുപ്പില്ല കേസ്. അപ്പോൾ എന്തായാലും ഇന്ന് കൊണ്ട് വണ്ടി സർവീസ് ചെയ്യണം. ഫസ്റ്റ് സർവീസിന് അങ്ങനെ മേജർ സർവീസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ രാവിലെ സമയമില്ല, 9 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്, 10 മണിയായിട്ടുണ്ട്. വണ്ടിയിൽ ചിരി നോക്ക്. ലുക്ക് അറ്റ് ദാറ്റ്, നമ്മുടെ വണ്ടി 934 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഗൈസ്, ഇവിടെ ഒടുക്കത്തെ തിരക്ക് ഗൈസ്. നിങ്ങൾ കാണത്തില്ലല്ലേ, ഞാൻ കണ്ണാടി കൂട്ടി കൂടെ കണ്ട് പിള്ളേരൊക്കെ ഓടി കളിക്കുന്നത്. ഇവന്നും ബെഡ്ഷീറ്റും തലങ്ങാനായിട്ട് വന്നേക്കുവാന്ന് തോന്നുന്നു, ഇവിടെ കിടന്ന് ഉറങ്ങാനായിട്ട്. ഇത് എനിക്ക് ലാപ്ടോപ്പൊക്കെ എടുക്കണം. ഞാൻ ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത് എപ്പോഴൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ലാണ്. ഞാൻ ബുദ്ധിപൂർവ്വം ലാപ്ടോപ്പ് എടുത്ത്, അപ്പോൾ എനിക്കിരുന്ന് വർക്കും ചെയ്യാം, എല്ലാം ചെയ്യാം. നമ്മൾ വണ്ടി വാങ്ങിച്ചത് തൊട്ടടുത്ത് തന്നെയാണ്. ഇതിൻ്റെ സർവീസ് സെൻ്ററും അടുത്തടുത്താട്ടോ, അതുകൊണ്ട് വേറെ സീനൊന്നുമില്ല. ഒരു കാര്യം മുതൽ നമ്മുടെ മാരുതിയുടെ അവിടെ ടീം മേക്കറൊക്കെ, അതൊരു ക്യാബിൻ പോലെയൊക്കെ അല്ല, ഇവിടെ അവര് ഉണ്ടാക്കി തരും. പക്ഷെ എന്നാലും അവിടെ ഒരു റൂം പോലെ, ചെറിയ പ്രൈവസി. ഇവിടെ റൂമില്ല, ഒരു ഹാള് തന്നെ എല്ലാവരും ഇങ്ങനെ ഇരിക്കും. ആണോ ചേച്ചി തൊട്ടൊക്കെ നോക്കി ചിരിക്കുന്നത്. ചേച്ചിയുടെ പേരെന്താ? ഏട്ടാ, ബേബി തറ ഇറക്കാൻ. ബേബി തറ ഇറങ്ങാറായില്ല. ഭയങ്കര സ്നേഹം. അമ്മ മുഖം മാറ്റിക്കൊണ്ട് പോകുന്നില്ലേ? നമ്മളെ വണ്ടി ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. നമ്മളെ അപ്പോയിൻമെൻറ്റ് ലേറ്റ് ആയിപ്പോയി. ഇത് ചെളിയുണ്ടോ ഗൈസ്? വാട്ട് എ ബ്യൂട്ടിഫുൾ. വണ്ടി വാഷ് ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യമുള്ള കാര്യം. ടൈലാമ്പ് മൊത്തം അഴുക്കാട്ടോ, എല്ലായിടത്തും അഴുക്കാം. മൊത്തം ഇന്നോവ, ചാണടിക്കിട്ടും പോലെ ഇന്നോവ ഇട്ടേക്കുന്ന ഗൈസ്. സീരിയസ്ലി മൊത്തം ഇന്നോവ കേട്ടോ. കുറേ പേര് പറഞ്ഞ ഗൈസ്, നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു ഡീക്രോം ചെയ്യണോ? ഡീക്രോം എനിക്കതിനോട്, വണ്ടി എങ്ങനെയാണോ സ്റ്റോക്ക് അതേപോലെ കൊണ്ടു നടക്കാനാണ് എനിക്കിഷ്ടം. സീരിയസ്ലി ഡീക്രോം ചെയ്യുമ്പോൾ ഒരു ബ്യൂട്ടി കിട്ടും, ഉറപ്പായിട്ട് കിട്ടുമായിരിക്കും. മൃദുലേക്ക് ഇന്ന് വയറ്റ് വേദനയാണ് സുഹൃത്തുക്കളെ. അവന് ഇരുന്നിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നല്ലേ? ഫിറ്റ് സെന്റർ ആണോന്ന് എനിക്ക് സംശയമുണ്ട്. ബലൂണ്, ചെറിയൊരു അംഗൻവാടി ഫീൽ കളിക്കാൻ കൊടുത്തേ അവിടുത്തെ സ്റ്റാഫ്. നമുക്കിവിടെ വണ്ടി ലൈവായിട്ട് കാണാൻ കേട്ടോ. സർവീസ് ചെയ്യുന്ന എല്ലാം ലൈവായിട്ട് കാണാം. ഞാൻ കുറച്ച് എഡിറ്റിംഗ് പരിപാടി ഉണ്ട്, അതൊക്കെ ചെയ്തോണ്ടിരിക്കുക. എന്തോ നമ്മളെ വണ്ടി ഗോ പോയിച്ച് 1 മണിയാവും കിട്ടാൻ വേണ്ടിട്ട്. 1 മണി കൊണ്ടുപോയോ? നമുക്ക് അത് എനിക്ക് അറിയത്തില്ല. ഇതേ കണക്കത്തെ പ്ലാൻ ചിലപ്പോൾ നമുക്ക് ബാക്കിൽ കാണുമായിരിക്കാം, അറിയാൻ വയ്യ കേട്ടോ. വണ്ടി ഏത് വണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എറ്റിയോസിന്റെ വാഷിംഗ് നടന്നുകൊണ്ടിരിക്കുക. വണ്ടിയുടെ നമ്പറും കാണിക്കും. നമ്മുടെ വണ്ടിക്ക് നമ്പർ ആവാത്തതുകൊണ്ട് TP നമ്പറായിരിക്കും. എല്ലാം ഇന്നോവ കേട്ടോ. ഇന്നോവ ഏറ്റവും കൂടുതൽ, ഇന്നോവ ക്രിസ്റ്റ. ഇഷ്ടംപോലെ ഇന്നോവ അവിടെ ഇതിനു വേണ്ടി ഇന്നോവ സത്യം അല്ലേ. നമ്മളെ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ അടുത്തൂടെ എന്തോ ഇന്നോവയാണ് പോകുന്നത്. അപ്പോൾ സർവീസ് ആകുമ്പോൾ ആ ഒരു പോർഷൻ മൊത്തം ഇന്നോവ അങ്ങനെ അടുക്കിയിട്ടിരിക്കുക കേട്ടോ. അമ്പോട്ട് ഭയങ്കര നിർബന്ധം. ബലൂണൊക്കെ വെച്ച് മുതൽ വീശിക്കൊണ്ട് കിടക്കും. ഇവിടുത്തെ ഒരു ചേട്ടൻ അവൻ്റെ കരച്ചിൽ കണ്ട് ഇവിടെ ചെവിതല ആർക്കും കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു ബലൂൺ കൊണ്ട് കൊടുത്ത്, അപ്പൊ അതിൽ ഇങ്ങനെ കണ്ടോണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. വായി വെക്കാൻ ഉറക്കവും വരുന്നുണ്ട് ആശാന്, നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ട്. അത് ശരി. ഇങ്ങോട്ട് നോക്കാൻ കൈ വേണം. പിടി, നിനക്ക് പിടിക്കാൻ പറ്റത്തില്ല, എന്തിനാണ് കരയുന്നത്? അമ്പു ഇങ്ങോട്ട് നോക്കിയേ. ഈ കരച്ചിലുണ്ടല്ലോ, ഇത് കള്ളക്കരച്ചിലാണ്. അവന്റെ കണ്ണുനീര് വരുന്നില്ല, നിർബന്ധ കരച്ചില്, കണ്ണുനീര് വരാത്ത കരച്ചില്. പിള്ളേർക്ക് 2 രീതി കരയാൻ അറിയാം. കണ്ണീര് വരാതെ അറിയാം, അടവ് പിടിച്ച് കരയാനും അറിയാം, നോർമൽ കരച്ചിലും അറിയാം.
ഈ അലർച്ച എന്ന് പറയുന്നത് അവന്റെ വാശിയാണ്, ദേഷ്യം, വാശി, അതൊക്കെ വരുമ്പോൾ അലർച്ചയാണ് അമ്പൂട്ടന്റെ. ലവി പറ. അവന് ഒരുപാട് നേരം ഇങ്ങനെ ഒരിടത്ത് ഇരിക്കുന്ന ഇഷ്ടമല്ല കൈ അമ്പൂട്ടന്. അവനിങ്ങനെ നടക്കണം, ട്രാവൽ ചെയ്യണം. ഇപ്പൊ കണ്ട നിർബന്ധമില്ല, ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഷോറൂമിൽ കയറി. അയ്യോ ആർക്കും ചെവിതല. നമുക്ക് കുഞ്ഞുങ്ങൾ കരയുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ എങ്കിൽ പോലും പലരും ഇരുന്ന് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളാ കുഞ്ഞ് കരയുമ്പോൾ നമുക്ക് വിചാരിക്കുമോ അവർക്കൊരു ബുദ്ധിമുട്ടാണോ, കാരണം അത്രയ്ക്ക് അലർച്ചയില കരയുന്നത്, എത്ര നേരം ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നും കേട്ടോ നമുക്ക്. അതിപ്പോൾ തിയേറ്ററിൽ പോകണമെങ്കിലും മാളിൽ പോയാലും എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോയാലൊക്കെ എനിക്ക് മൈൻഡിൽ അങ്ങനെ വരും. നമ്മളെ കുഞ്ഞ് കരയുമ്പോൾ വേറൊരു ആൾക്കാർ ഡിസ്റ്റർബൻസ് ആവുമെന്നൊരു തോന്നൽ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം നൈസിന് എടുത്തോണ്ട് ഇറങ്ങി ഒരു ബലൂണും ഒരു ചേട്ടൻ കൊണ്ട് കൈ കൊടുത്ത്, അതെന്തായാലും കാര്യമായി. അപ്പം മൃദുല അവിടെ ഇരിക്കുവാണ്, ഞാൻ ഇങ്ങനെ എടുത്തോട് ട്രാവൽ ചെയ്യട്ടോ. മൃദുലയ്ക്ക് ഇന്ന് അത്യാവശ്യം നല്ല പെയിൻ, വൈറ്റമിൻ ഉണ്ട്, അവളെ ഹെൽത്ത് അത്ര ഓക്കെ അല്ല ഇന്ന്. അപ്പോൾ അതുകൊണ്ട് അവളും ആകെ വീക്കാണ്. അതുകൊണ്ട് നീ അമ്മച്ചി ഒരുപാട് ബുദ്ധിമുട്ടിക്കണേ, നീ ഇച്ചിരി അടങ്ങ് കേട്ടോ. അമ്മ ഇച്ചിരി ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കില്ലേ. അല്ലെങ്കിൽ ഡോക്ടറെ പോയി കണ്ടിട്ട് വന്നേ ഉള്ളൂ കൈസ്. അവന് ചെറിയൊരു പനി, ചെറിയൊരു ജലദോഷം, അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്പോട്ട് ഇന്ന് അത്ര ആക്റ്റീവായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അല്ലാണ്ടോ. ഇന്ന് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് കുറേ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചായിരുന്നു. കുഞ്ഞുങ്ങളെ ഇങ്ങനെ പനിയൊക്കെ വരുമ്പോൾ അവരുടെ ആക്ടിവിറ്റി, അവരുടെ സ്മൈൽ, അവരെല്ലാം ഒന്ന് ഡൗൺ ആവും. നമ്മുടെ അവൻ്റെ ഒരു മുഖത്ത് ക്ഷീണം കണ്ടോ നിങ്ങൾ. ഇന്ന് അത്ര ആക്റ്റീവ് അല്ല പോട്ടെ, ആക്റ്റീവ്. അതുകൊണ്ടാണ് പനിയാവുന്നതാണ്. അമ്പുവേ എന്തു പൊണ്ണോ. ഹേ ഗായ്സ്, ഇപ്പം ടൊയോട്ട നമുക്ക് ഇതേ ഒരു കോൺഫറൻസ് ഹാള് തന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഉള്ളതുകൊണ്ടല്ല, ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ താഴെ ഇരിക്കാനേ പറ്റൂ. പക്ഷേ കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് അവർക്ക് ഫീഡ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ക്യാമറ ഇല്ലാത്ത റൂം ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. വന്നപ്പോഴേ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു. മേളിൽ കിടത്തി ഇറങ്ങി ഇവ ഇങ്ങനെ നോക്കുമ്പോ കുറെ നേരം ആകുമ്പോ ഞാൻ നേരെ പിടിച്ച് കിടന്നു. കാരണം ഇങ്ങനെ നോക്കുമ്പോ കണ്ണ് കുഞ്ഞിന് കഴിക്കത്തില്ലേ, മേലോട്ട് എന്തുവാടാ എന്തു പോയി കുട്ടിക്കുട്ടി കണ്ട. ഞാൻ കുട്ടിക്കുട്ടി എന്ത് ചെയ്ത് ചോദിച്ചാലേ അവൻ ചിരിക്കത്തുള്ളൂ. മൃദുലേക്ക് നടുവേദന, തളർച്ച, വീട്ടിൽ ഇരുന്നാ പോരെ, എന്റെ കൂടെ എന്തിനാ വരുന്ന ഏട്ടൻ വൈകിട്ടാവുന്നല്ലേ പറഞ്ഞു, വൈകിട്ട് 6 മണിയാവുന്നു. സത്യം പറഞ്ഞിട്ടല്ലോ മൃദുലേക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല, അത് ഒന്നാമത്തെ കാര്യം. അവിടെ ഒറ്റയ്ക്ക് ഇരിക്കത്തില്ല കൈസ്. ഇപ്പൊ വീട്ടില് സത്യത്തിൽ എനിക്കറിയത്തില്ല, നേരത്തെ പിന്നെ ഇരിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ മൃദുല ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കാറില്ല. ഞാൻ എവിടെ പോയാലും എന്റെ വാല് തൂങ്ങി വരും. പിന്നല്ല മനുഷ്യനെങ്കിലും പാലും പറ്റത്തില്ല. എന്റെ വാലാണ് മൃദുല. ഞാൻ മാത്രല്ല, അമ്പൂട്ടൻ ഒറ്റയ്ക്ക് ഞാനും അമ്പൂട്ടനും മുഷിവാ. ആരുമില്ല, അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ കാര്യം പറഞ്ഞിരിക്കും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഒരു ബുദ്ധിമുട്ട്. ആൾക്കാർ കേൾക്കുമ്പോ ക്രിഞ്ചാണ് പറയാൻ കേട്ട ആൾക്കാര്. ഇപ്പഴല്ലേ ഞാൻ ഇങ്ങനെ, ഇപ്പൊ ഭയങ്കര പേടി എനിക്ക്. ഒറ്റയ്ക്ക് ഇരിക്കത്തില്ല മൃദുല ഇപ്പൊ അങ്ങനെ. എനിക്ക് വയറ് വെച്ചത് വണ്ടി 1 മണിക്ക് തരാമെന്ന് പറഞ്ഞാണ്. പിന്നെ നമുക്ക് അവരെ കുറ്റം പറയാൻ പാടില്ല, കാരണം നമ്മൾ കൊണ്ട് കൊടുത്തത് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ പിന്നെ ലേറ്റ് ആയിട്ടേ കിട്ടത്തുള്ളൂ. 1:15 കഴിച്ചു. അപ്പോൾ നമ്മുടെ വണ്ടി സർവീസ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ആഡ് ബ്ലൂ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. നമ്മുടെ സത്യത്തിൽ ലോറിക്കൊക്കെ ഞാൻ കേട്ടുള്ളൂ ആഡ് ബ്ലൂ എന്ന് പറയുന്ന സാധനം. ഈ ഡീസൽ വണ്ടിക്ക് വരുന്നതെന്ന് തോന്നുന്നു ആഡ് ബ്ലൂ. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. ആ ഒരു സാധനം ഫില്ല് ചെയ്തു. അത് ഞാൻ പറഞ്ഞിട്ട് ഫില്ല് ചെയ്ത കുറവില്ലായിരുന്നു, ജസ്റ്റ് 218 രൂപ. അത് മാത്രമേ നമുക്ക് ഫസ്റ്റ് സർവീസിൽ കോസ്റ്റ് വരുന്നത്. ഫസ്റ്റ് സർവീസും സെക്കൻഡ് സർവീസൊക്കെ പിന്നെ നമുക്ക് ഫ്രീ ആണല്ലോ, അത് എല്ലായിടത്തും ഫ്രീ ആണ്. അപ്പം ആഡ് ബ്ലൂ ഈ ആഡ് ബ്ലൂവിന്റെ മാത്രം നമ്മൾ അടിക്കണം കേട്ടോ, അത് ഫില്ല് ചെയ്യണം നമ്മൾ. അതിന് മാത്രമേ എമൗണ്ട് ആയുള്ളൂ, 218 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇതിനകത്ത് അടിപൊളി റൂം വന്നിരിക്കും ഇല്ലേ മൃദുലേ? അതെ അതെ. അപ്പൊ അമ്പൂട്ടനും അപ്പോഴത്തേക്ക് റെസ്റ്റ് ഒക്കെ ചെയ്ത് ഇവിടെ ഇരിക്കാനും അവന് കിടത്താനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ അവനും വലിയ നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. ഇനി നമ്മൾ നേരെ എങ്ങോട്ടാ? ഇനി നമ്മൾ നിനക്ക് ബേബി സീറ്റർ വെക്കാൻ പോവാ. ഡയപ്പർ ചേഞ്ച് ഒക്കെ ചെയ്തത് കോൺഫറൻസ് ഹാളിലെ ടേബിളിൽ കിടക്കും. ഡയപ്പർ ചേഞ്ച്. അപ്പം നമ്മൾ നേരെ ഇനി അമ്പൂട്ടനെ അമ്പൂട്ടനെ ബേബി സീറ്റർ വെക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇനി തൊട്ട് മൃദുലയുടെ കയ്യിലിരുന്ന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിലിരുന്നാ സന്തോഷം. പക്ഷെ നമ്മൾ അവനെ അത് ഇരുത്തി ശീലിക്കണം കേട്ടോ, സത്യമായിട്ട്. അവൻ എവിടെയും ഇരിക്കും, എവിടെ ശീലിപ്പിച്ച് ഇങ്ങനെ എടുത്ത് ശീലിപ്പിച്ച് നമ്മളങ്ങനെ ചെയ്യില്ല. കാരണം എന്നെക്കാട്ടി കയ്യിലിരിക്കുന്നതിനായിട്ട് കംഫർട്ട്, സേഫ്റ്റി, അവന് ബേബി സീറ്റ് ഇരിക്കുമ്പോഴാണ് സേഫ്റ്റി. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ ഒരിക്കലും ഡ്രൈവ് ചെയ്യുമ്പോൾ കൈ ഇരുത്തി കൊണ്ട് ഡ്രൈവ് ചെയ്യാതിരിക്കുക. അപ്പൊ എന്തായാലും നമ്മളൊരു 11 ഒരു അത്യാവശ്യം അത് ചെറിയ നമ്മളെ ബെല്ലിനെ ഒരു ചെറിയ ബേബി സിറ്റർ ഉണ്ട്. അത് അവന് 10 മാസം വരെയുള്ള ബേബി സിറ്ററാണ്. അതിപ്പം പെട്ടെന്ന് കഴിഞ്ഞ് പോകും. അപ്പം നമ്മൾ അവന് വെക്കുമ്പം അത്യാവശ്യം ഒരു 6-7 വയസ്സ് വരെയുള്ള ബേബി സീറ്റർ വാങ്ങാൻ പോവാം. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ അമ്പൂട്ടൻ നല്ല അടിപൊളിയായിട്ട് സേഫ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ലെറ്റ്സ് ഗോ, നമുക്ക് ഇവിടുന്ന് നേരെ ഇറങ്ങാം. ഞാൻ ആ സമയം കൊണ്ട് ഇരുന്ന് എഡിറ്റൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. നേരെ നമുക്ക് ബില്ലും അടച്ച് നേരെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം.
കുഞ്ഞാവുമ്പോഴേ ഇത്രയും സാധനം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണോ ഇല്ലേ? കയ്യിലൊരു ബാഗ്, ഡൈപ്പർ, അവനെ ഈ ഒരു ഹാൻഡ് ബാഗ്. അവനെ എടുക്കണ്ട. ഇച്ചിരി വളർന്നു കഴിഞ്ഞാൽ കൈ പിടിച്ചറിയാൻ നടന്നോളൂ. അപ്പൊ നമ്മളത് വണ്ടി റെഡി ആയിട്ടുണ്ട്, കഴുകി കുട്ടപ്പനായിട്ട്. അലോയൊക്കെ കണ്ടോ, തിളങ്ങണ കണ്ടോ, അടിപൊളി കൈസ്. അങ്ങനെ എല്ലാം ചെക്കപ്പും ടോപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അമ്പൂട്ടന് ബേബി സിറ്റർ വെക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിയാണ് ഇറങ്ങിയിരിക്കുന്ന, വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതേ നമ്മൾ നേരെ ബേബി സിറ്റർ വെക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അമ്പൂട്ടന് ഇന്നോട്ട് ചെയറുണ്ട്. അമ്പൂട്ടൻ ഇന്നോട്ട് ചെയർമാനാണ്. അമ്പൂട്ടൻ ഫോർച്യൂണറിലെ ചെയർമാനായിരുന്നിട്ട്. ഓ വണ്ടി ആ ഒരു ഇത് കഴിഞ്ഞപ്പോ തിളക്കം നോക്ക് ഗായ്സ്. അഴുക്കായിരുന്നു, അഴുക്ക് പോകാൻ വൃത്തിയായി. അതിൽ ചെയർ വേണം അമ്പൂട്ടന് കേട്ടോ. ലെറ്റ്സ് ഗോ. ബേബി സീറ്റർ അല്ല, കാർ സീറ്റർ ആണല്ലേ. ബേബി സീറ്റർ ഇതൊക്കെ വേണ്ടേട്ടോ, അവൻ കഴിച്ചു തുടങ്ങാറാവുമ്പോ. ഇതിന്റെ വില ഗസില്ലേ? പറ 5000. 22,000 bucks ആയിരിക്കും. എത്രയുടെ റേറ്റ്? 5 സംതിങ്. ഇതിന് മുമ്പ് ഇവിടെ വന്ന് വിലയൊക്കെ തിരക്കിയായിരുന്നു. നമുക്ക് ഫസ്റ്റ് നമുക്ക് കാർ സീറ്റർ നോക്കാം. ഓക്കെ, ഷർട്ടില്ലേ അവന്റെ? ഇത് 5 month ആയിട്ടുള്ളവർക്ക് പറ്റൂലല്ലോ കുഞ്ഞുങ്ങൾക്ക്. 0 to 3 months. അല്ല 6 വേണ്ട, 3 to 1 year. 6 to 9 അങ്ങനെ. നമ്മളെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ചേട്ടാ 360 കറങ്ങുന്ന ബേബി സിറ്റർ അങ്ങനെ ടൈപ്പ് ഉണ്ടോ? 360 കറങ്ങുന്നതാണ് കുറച്ചുകൂടി. ഇതിനൊന്നും ആടത്ത് പോലും ഇല്ലല്ലോ. 5 month വരെയുള്ള കുഞ്ഞിനെ എങ്ങനെ വെക്കുന്നത്? നേരെയാണോ വെക്കുന്നത്, തിരിച്ചാണോ വെക്കുന്നത്? തിരിച്ചാ വെക്കുന്നത്. ഓ തിരിച്ചാണ്. 1 year ഒക്കെ കഴിഞ്ഞാൽ നേരെ വെക്കാം. 12 വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ടൈപ്പ് ഒക്കെ 12 വയസ്സ് വരെ യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ 12 വയസ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ബാക്കി എടുത്ത് റിമൂവ് ചെയ്തിട്ട് ഹൈറ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പിൽ. അല്ല അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ കുഞ്ഞിന് തിരിച്ചായിരിക്കണം വെക്കണ്ടേ? എന്നിട്ട് കുഞ്ഞിന് ഒരു വയസ്സാവുമ്പോൾ പിന്നെ എടുത്ത് തിരിച്ചു വെക്കാം. നേരെ വെക്കാം. ഓ ഇതെനിക്ക് ഒരെണ്ണം വാങ്ങണോടി മുതലേ. എനിക്ക് നെഞ്ചത്തിട്ടോണ്ട് നടക്കണം. നീയാണ് തല ഉറച്ചു. തല ഉറച്ചു. തല ഉറച്ചല്ലേ ഈ സാധനം അത്യാവശ്യം. ഇനി അതിനകത്തിരിക്കും. ഒരെണ്ണം വേണമെങ്കിൽ ഇതിന്ന് ഒരെണ്ണം സെറ്റ് ചെയ്ത് നോക്കാനല്ലേ. പിന്നെ ഒരു 7-8 മാസമൊക്കെ ആണെങ്കിൽ സുഖമായിട്ടിരിക്കത്തുള്ളൂ. ഇത് എത്ര മാസം തൊട്ട് ഉപയോഗിക്കാൻ നോക്കട്ടെ. അയ്യോ നിരങ്ങി പോന്ന് എങ്ങോട്ടാ? കളിപ്പാട്ടത്തിലോട്ടൊക്കെ നോക്കുന്നു. നമ്മളിതേ പല കളർഫുള്ളിലോട്ടൊക്കെ നോക്കുന്നു. പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിട്ടായിരിക്കും. എവനെന്തോ ആകർഷിക്കാനാ ഈ മഞ്ഞയൊക്കെ നോക്കുന്നു. ഇത് നോക്കുന്നു. കരയാറായില്ലല്ലോ. എനിക്കത് വേണമെന്ന് പറഞ്ഞ് കരയാറായിട്ടില്ല. ഫസ്റ്റ് ഹിപ്പില് അച്ഛൻ നിന്നെ ഇരുത്തണം. ഇത് ഈസി ടു. നമ്മൾ അന്ന് ഇൻസ്റ്റാൾ ചെയ്തത് ഇത് ഈസിയാണ്. സീറ്റ് പോലെ ഉണ്ട്, ഒരു കുഷൻ ഉണ്ട് ഇവിടെ. അതൊരു കംഫർട്ടാണ്. അവൻ 2 ലെഗ് അവന്റെ ബട്ടക്സ് ഇവിടെ തട്ടിയിരിക്കും. ലെഗ് 2 കുഞ്ഞിനെ ഇങ്ങനെ ഇറക്കും. പുതിയ സാധനം. സെറ്റ്. അമ്മ നോക്കാണ്. എടി നല്ല കംഫർട്ട് ആട്ടോ മുതലേ. അവൻ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അവന് കറക്റ്റ് സപ്പോർട്ട് ഉണ്ട്. ടൈറ്റ് ആണ്. വേദനയുണ്ടോ? ഒരു കുഴപ്പമില്ല, ഭയങ്കര കംഫർട്ടാണ്. ഫസ്റ്റ് ഇതാ കടിക്കുന്നതിനകത്ത് കഴിയട്ടെ. അതുപോലെ എനിക്ക് നമുക്ക് അവിടെ പോകുമ്പോൾ ട്രാവൽ ഫ്രണ്ട്ലി ആണ് സാധനം. അപ്പൊ ഇരുന്നോളൂ ഇതിനകത്ത്. അന്ന് ഇച്ചിരി തല ഉറച്ചില്ല. ഒളിച്ചിരിക്കുന്നു. കങ്കാട് വേണം. കങ്കാട് ഒളിച്ചിരുന്ന് കൈ പിടിക്കല്ല. ഒളിച്ചിരുന്ന് കൈ പിടിച്ചല്ല. തോന്നില്ല ഇതൊക്കെ അടിയന്നേരം ഇരിക്കും. ഇത് മാത്രമാകുമ്പോ അവനൊരു ബുദ്ധിമുട്ട് വരത്തില്ല.
ഒന്നാമത്തെ കാര്യം അവന് ഇങ്ങനെ ഇരിക്കുക ഇഷ്ടമാണ്. ഇങ്ങനെ എനിക്ക് കുഴപ്പമില്ല, ഒരു കൈ അവന് സപ്പോർട്ട് കൊടുത്താൽ മതി. നമുക്കാണ്ട് ഇവിടെ അവനെ താങ്ങിക്കോളും. അതല്ലേ തിരിച്ചു നിർത്തിക്ക്. തിരിച്ചോ? അങ്ങനെ ബാമ്പു ഇത് അവന് ബുദ്ധിമുട്ടാ. ഈ കാല കുറച്ചുകൂടെ അമ്പു എന്താ നോക്കുന്നേ? ഇഷ്ടപ്പെട്ടോ? നമുക്കിങ്ങനെ നിൽക്കാൻ വേണമെങ്കിൽ ഞാനത് ചവിട്ടി നിൽക്കാം. ഇല്ല അമ്പു, അമ്മേശ് ഇത് പറഞ്ഞു ഇങ്ങനെ ചവിട്ടി നിൽക്കാൻ. ഇതും കംഫർട്ട്. കാർ സീറ്റ് വാങ്ങാൻ വന്നാൽ നമ്മൾ ഇത് മാറ്റിട്ട് പോകുന്ന തോന്നുന്നു. അടുത്തൊന്നും പിടിച്ചിട്ട് കൊള്ളാൻ പോ, നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നത് മറ്റേതിന് കുറച്ചും കൂടി വലുതാ ഈ സാധനം. അതെ, ഇരിക്കുന്ന ഇരിപ്പിടം ഇച്ചിരി കൂടി വലുതാ, അതിൻ്റെ ചെറുതാ. അതാകുമ്പോൾ കുറച്ചും കൂടി അതല്ല കുറച്ചും കൂടി കുഷനിങ് ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ലാസ്റ്റ് ആയിട്ട് ചോദിക്കാം. നമ്മളിതിന്റെ ബ്ലാക്ക് നോക്കി ഏതെടുത്താലുണ്ട് അവിടെ കടിയോട് കടിയാ. ഇത് കംഫർട്ട് കംഫർട്ട് ഉണ്ടോ? ഇതെല്ലാം ഇതാകുമ്പോ നെറ്റും ഉണ്ട്. അപ്പൊ ഉറങ്ങുമല്ലോ, ഒരുപാട് വെട്ടത്തൊക്കെ പോകുന്നിടത്തവൻ വെട്ടം മറിച്ചതാണ്. അതാകുമ്പോൾ അവനെ ആരും കാണത്തില്ല, ഒളിച്ചു കൊണ്ടുപോകും. ഇത് സെറ്റാ. ഇതല്ല, ഇത് അവന് സീറ്റിങ്ങിലേ അവന് എക്സ്ട്രാ ഒരു ഇതിന്റെ നേരത്താണ് ഇതിന്റെ പുറത്തായിരിക്കുന്നത്. ഇതിനൊരു ബെഡ് പോലെ ഉണ്ട്. അവന് കംഫർട്ടാ. നല്ല 9 രീതിയിൽ തിരിച്ചും മറിച്ച് മാറ്റാൻ പറ്റും. അതായത് ബോക്സിനകത്തുണ്ട് കേട്ടോ. 9 രീതിയിൽ വെക്കാൻ പറ്റും. ഗുഡ്. ഹലോ ഗൈസ്, എല്ലാരും പറയും ചോറ് കൊടുക്കാതെ കുഞ്ഞുങ്ങളെ കണ്ണാടി കാണിച്ചു. ഇപ്പൊ എന്തിനാ കാണിച്ച? ചിലര് പറയുന്നത്, ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് കണ്ണാടി കാണിക്കുന്ന കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് നല്ലതാണ്. ചിരി നോക്ക്. നമ്മള് തേടി വന്ന സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ബ്രാൻഡിന്റെ ആണ് കേട്ടോ. ഇത് 360 ആംഗിളാണ്, സ്വിച്ചൊക്കെ ഉള്ളത്. 360 ആംഗിളിൽ കറങ്ങും. ഇതെന്തോ സെബാമെഡ്. ഓക്കെ, ഇതാണ് ഗൈസ് അവന് യൂസ് ചെയ്യുന്നത്, സെബാമെഡിന്റെ അമ്പൂട്ടന്റെ ബ്യൂട്ടി പ്രോഡക്ട്സ്. ഇവിടെ ഇഷ്ടംപോലെ കളിപ്പാടുണ്ട് കേട്ടോ. അമ്പൂട്ട ഇച്ചിരി വലുതായിട്ടെങ്കിൽ അഴിച്ചങ്ങ് വിട്ടാൽ മതി അവനെ. സെബാമെഡാ. ഈ പ്രൊമോഷൻ ഒന്നും ഇല്ല, ഈ പെണ്ണ് ഇതാ ഉപയോഗിക്കുന്നത് എപ്പോഴും. കറണ്ട് ഇല്ല, ഇത് ബ്രാൻഡടാ. R4 റാബിറ്റ്. എടി, ഇയാൾക്ക് 360 കറങ്ങും വേണം, എന്നാൽ ഇലക്ട്രിക്കലും വരാൻ പാടില്ല. എന്നാൽ നീ കുത്തിയിരുന്ന് കറങ്ങും. ഇത് ബാറ്ററി ആയിരിക്കണം. അത് ചോദിച്ചു നോക്കാം നമുക്ക്. അമ്പൂട്ട് ഇച്ചിരി വലുതാകുമ്പം ഈ പിള്ളേർ കുരുത്തക്കേട് കൂടും. അപ്പം വീട്ടിൽ അടച്ചിടാൻ വേണ്ടിട്ട് മിനി ജയിൽ. അതിന് വേണ്ടിട്ടല്ല, മിനി ജയിൽ. തുണി വെക്കാൻ. എന്നല്ലേ ഏട്ടൻ പറഞ്ഞേ അത് പിടിക്കുന്ന കേട്ടോ. പക്ഷേ കൊള്ളാമോ? ഇത് മൃദുല പറഞ്ഞ ബാറ്ററിയിലൊന്നും ഇലക്ട്രിക്കലൊന്നും അല്ല, മാനുവലാണ്. എവിടെയായിരുന്നു? വീഗാലാൻഡ് റൈഡ് കിടക്കാൻ നേരം അങ്ങനെ മാക്സിമം റിക്ലൈനർ അല്ലേ? ആരും പിടിക്കണം കേട്ടോ. ഇവിടെ ഇരിക്കാം നമുക്ക്. അപ്പിയുടെ ഇരിക്കണം, അവൻ നിൽക്കുക. അടി വാങ്ങിച്ചു. കുഞ്ഞിന് അമ്മയുടെ കൈയിരുന്ന് മടുത്ത്. എന്തോ അല്ല, അമ്മയുടെ കൈയിരുന്ന് അവന് മടുത്തുന്നേ. അമ്മയുടെ കയ്യിരിക്കുന്ന കിട്ടൂല. അത് കിട്ടും, റെഡ് റാബിറ്റിന്റെ സാധനോ. അമ്മയുടെ കൈയിരിക്കുന്നതിനെക്കാട്ടി സുഖം കിട്ടും. ഇല്ല അമ്പൂ, അതിന്റെ ആഹ്ലാദമാണ്. അവിടെ ഇരുന്നാ മതി, അവിടെ ഇരുന്നാ മതി. ഇപ്പൊ സെറ്റായി പോ. മൂത്ത് വെച്ച് ഇനി ഒന്ന് കറക്കിക്കാണ് 360.
അവന് ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ടാണ്. അമ്പൂട്ടിന് ചെയർ ഇത് ഇത് വാങ്ങുക കേട്ടോ. ഇത് ബില്ലടിക്കാൻ വേണ്ടി പോവാ. ഇത് ഫിക്സ് ചെയ്ത് നല്ല സാധനം കേട്ടോ, നല്ല ക്വാളിറ്റി സാധനം. ഇരുന്നാ മതിയായിരുന്നു ഇതിനകത്ത്. ശരിയമ്പൂ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. ഹലോ, ഹൗ ആർ യു? അമ്പു നക്ക് നക്ക് എന്ത് നക്കി പിടിച്ചാലും ഇപ്പം വായിലോട്ട്, എന്തായാലും വായിലോട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിത് സാധനം ഫിക്സ് ചെയ്തിട്ടുണ്ട്. മൃദുല എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈ വണ്ടി നിറഞ്ഞ് സ്പേസ് മൊത്തം പോയേട്ടാ. ഊരറിയാം. ഈസി ടു യൂസാ, പെട്ടെന്ന് ഊരിയെടുക്കാം. അമ്പൂട്ടിന് വേണ്ടി ഒരു സ്പേസ് മൊത്തം പോയി. ഇനി ആരെങ്കിലും വരുന്നെങ്കിൽ എല്ലാരും ബാക്കിൽ കയറിക്കോണം കേട്ടാ. ആ അമ്പൂട്ടൻ ഇരുന്നിട്ട് മതി എല്ലാരും. ഇല്ലേ അമ്പൂട്ടാ? ഇല്ലേ, അന്തം വിട്ട് നോക്കുന്നു. ഇത് ഇരുന്നാ മതിയായിരുന്നു കേട്ടാ ഗൈസ്. ഉറക്കം വരുമ്പോഴും വിശക്കുമ്പോഴും നോക്കണ്ട, അല്ലാത്തപ്പോ വേണം ഇരിക്കുമെന്ന് തോന്നുന്നു. ഹേ ഗായ്സ്, അപ്പൊ നമ്മളിതേ നമ്മുടെ കാർ സീറ്ററൊക്കെ വെച്ച് എല്ലാം വെച്ചത് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ കുക്കിംഗ് ആണ്. ഇതേ ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. ഇത് നേരത്തെ വാങ്ങാനുള്ളതായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. എനിക്കിപ്പം ഇങ്ങനെ എടുത്തുകൊണ്ട് കിടക്കണമെങ്കിലും ആ ഒരു ബുദ്ധിമുട്ടില്ല. എന്ന് വെച്ചാൽ എന്താ പറയണേ, നമ്മളെ കൈ വെക്കാൻ കഴിക്കത്തില്ല. നമുക്ക് ഒരു കൈ ഫ്രീ ആവും. മറ്റേ ഹുക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിടിച്ചാൽ മതി, അറിയത്തില്ല. അപ്പം ഇത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ മാരേജോ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ഇങ്ങനെ നടന്നാൽ മതി. അവൻ ഭയങ്കര കംഫർട്ടാ. ഇനി അല്ല നമുക്ക് രണ്ട് കൈയും ഫ്രീ ആവണമെന്നുണ്ടെങ്കിൽ മറ്റേ ബെൽറ്റ് ഫുൾ ഇട്ട അടിപൊളിയാട്ടോ. നേരത്തെ വാങ്ങുള്ളായിരുന്നു കേസ്. അമ്പൂട്ടുന്നുണ്ട്, നല്ല കംഫർട്ടായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. എന്റെ ഒരു കൈ അവനിങ്ങനെ ഹോൾഡ് ചെയ്യും, ഒരു കൈ ഫോണോ ഫ്രീയോ എന്തോന്ന് വെച്ചാൽ ചെയ്യാം. കൂടുതലേ കഴിക്കാനായിട്ട് ബീഫ് കറിയും ചപ്പാത്തിയും. ഇത് ഓൺലൈൻ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പൊ ഈ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ. കൊള്ളാം, നല്ല ഡ്രസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു. എന്റെ സെലക്ഷൻ ഒരുപാട് നേരം നമുക്ക് ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് പാലൊക്കെ വേണം. ആണ്ടോ കെട്ടിപ്പിടിക്കുന്ന നോക്കാം മൃദുലേ. അയ്യോ, അമ്മച്ചി കിട്ടിയോ? ഇത്രയും നേരം നമ്മുടെ വൈദ്യം മുഴയും വെച്ചോണ്ടിരുന്ന ഞാൻ ആരായി? ഭയങ്കര സ്നേഹം കേട്ടോ. കിട്ടി പോന്നപ്പോ അയ്യോ ഉമ്മ വെക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അപ്പുന്നു. എനിക്ക് വയ്യ. ഈ ആൺകൊച്ചുങ്ങൾ അല്ലേലും അമ്മ മോനാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കൊരു പെങ്കൊച്ചിന് വേണം കേട്ടോ. അയ്യോ സ്നേഹം ചില നേരം എന്റെ അടുത്തും ചെറുക്കെ സ്നേഹമാ. അത് ചില നേരം മൂടനുസരിച്ച സ്നേഹം മാറുന്നു. ഇപ്പൊ അവളാട്ടോ, അതുകൊണ്ടാണ്. മൃദുലയുടെ സ്പെഷ്യൽ ബീഫ് കറി അമ്പൂട്ട് അവിടെ കിടന്ന് തകർത്തോണ്ടിരിക്കുക. ചൂട് കൊള്ളടി. ഞാൻ അമ്പൂട്ടൻ എന്ന് പറഞ്ഞ അൺബ്രേക്കബിൾ കണ്ടീഷൻ ഓഫ് ലവ്. മെനങ്ങാന്നേ ആദ്യമായിട്ട് സർവീസിന് പോയപ്പോ ഒന്ന് എടുത്തോണ്ട് നടന്നു. അവനെ ഉറക്കം വന്നിരുന്നതുകൊണ്ട് അവനങ്ങ് ഉറങ്ങി സഹിയിട്ട്. അല്ലേ ഭാര്യമാരൊക്കെ ഇങ്ങനെ നമുക്ക് ഒരു ക്രെഡിറ്റും തരത്തില്ല. സത്യം, എല്ലാ ക്രെഡിറ്റും അവർക്ക് വേണം. തന്നിരിക്കുന്നു ഇത് ഇത് യൂണിവേഴ്സൽ വൈഫാണെന്ന് തോന്നുന്നു. കുഞ്ഞിന് ഇപ്പൊ 5.5 മാസമായേ. ഒരു വട്ടം കുഞ്ഞിനെ ഉറക്കിയതിന് ഈ ഡമ്പടി എന്നല്ല, ഇതിനു മുമ്പ് ഞാൻ അവനെ പലപ്പോഴും ഉറക്കിയിട്ടുണ്ട്. എഴുന്നേപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞ് ഞെട്ടി ഉണരും. അമ്പു പറയട്ടെ. അമ്പു ഇപ്പൊ ചിരിച്ചു കഴിഞ്ഞാൽ അമ്മ പറയുന്ന കള്ളം. അമ്മ പറഞ്ഞ് കള്ളമില്ലടാ. അച്ഛന്റെ പോരാടാ. അച്ഛൻ ഇങ്ങോട്ടാ വരുന്നത്. അമ്പു ഇങ്ങോട്ടാ വരുന്നത്. കണ്ട അമ്പു ഇങ്ങോട്ടാ വരുന്നത്. നിങ്ങൾ വാ, അച്ഛന്റെ കൈപിടി കണ്ട. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. അപ്പം ലവ് യു ആൻഡ് ബൈ. അപ്പൊ ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള റേറ്റിംഗ് കാണുന്നവരേ ബൈ.